ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ടോവിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ഇപ്പോൾ പള്ളിച്ചട്ടമ്പിയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ഈ വരുന്ന ജൂൺ മാസം 23-ാം തീയതി മുതൽ തൊടുപുഴ കാഞ്ഞാറിൽ വെച്ച് ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വമ്പൻ ബജറ്റിൽ ഒരു പീരിയോഡിക് ആക്ഷൻ ത്രില്ലർ സിനിമയായി തയ്യാറാവുന്ന പള്ളിച്ചട്ടമ്പി 2026-ലാവും തിയേറ്ററുകളിലേക്ക് എത്തുക. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്ത സൂര്യ 45 എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം നടക്കുകയുണ്ടായി. കറുപ്പ് എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നിലവിൽ നടന്നു വരികയാണ്. സൂര്യയ്ക്കൊപ്പം തൃഷ, സ്വാസിക, ഇന്ദ്രൻസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കറുപ്പ് ഈ വരുന്ന ഒക്ടോബർ 2-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന ഐ ആം ഗെയിം എന്ന സിനിമയുടെ ഹൈദരാബാദിൽ വെച്ച് നടന്നു വന്നിരുന്ന ചിത്രീകരണം വരുന്ന തിങ്കളാഴ്ചയോടുകൂടി പൂർത്തിയാവുന്നതായിരിക്കും. ഇനി ഐ ആം ഗെയിമിന്റെ അടുത്ത ഘട്ട ചിത്രീകരണം ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ കൊച്ചിയിൽ വെച്ചാവും ആരംഭിക്കുക. ഈ ഒരു ചിത്രീകരണം മുതലാവും ദുൽഖറും ഐ ആം ഗെയിമിൽ ജോയിൻ ചെയ്യുക. ഏകദേശം 100 ദിവസത്തെ ഡേറ്റ് ആണ് ഐ ആം ഗെയിമിനെ ദുൽഖർ നൽകിയിരിക്കുന്നത്. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, മിഷ്കിൻ, കതിർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഐ ആം ഗെയിം 2026 സമ്മർ റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഖലീഫ എന്ന ചിത്രത്തിൽ കൃതി ഷെട്ടിയാണ് നായിക വേഷം കൈകാര്യം ചെയ്യുകയെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു മാസ് ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഖലീഫയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത് ജിനുവി എബ്രഹാം ആണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കും. ദളപതി വിജയിയെ നായകനാക്കി വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ സിനിമയുടെ ഗ്ലിംസ് വീഡിയോ വിജയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തു വരുമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ ഗ്ലിംസ് വീഡിയോയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം മൂവി ടീം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ദ ഫസ്റ്റ് റോർ എന്ന പേരിൽ 22/5/2025 12 AM ഗ്ലിംസ് വീഡിയോ പുറത്തു വരുമെന്നാണ് ഈ ഒരു പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. 2026 ജനുവരി 9 ജനനായകൻ റിലീസിനെത്തുമെന്നും പോസ്റ്ററിനുള്ളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ തിരക്കഥാ വർക്കുകൾ നടന്നു വരുന്നതും ഈ വരുന്ന സെപ്റ്റംബർ മാസം ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കേണ്ടതുമായ ദൃശ്യം 3 ഈ വർഷം തന്നെ ക്രിസ്മസ് റിലീസായി ഡിസംബർ മാസത്തിൽ റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരാണ് ദൃശ്യം 3 നിർമ്മിക്കുക. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ചിത്രം കണ്ടിട്ടില്ലാത്തവർ ഒരു തവണ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇതിനിടയിൽ നിലവിൽ ഷൂട്ടിംഗ് വർക്കുകൾ നടന്നു വരുന്ന ഭയം, ഭക്തി, ബഹുമാനം എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണം ഈ വരുന്ന ജൂലൈ മാസം മുതൽ ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മൂവി ടീം തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുള്ളതും. ദിലീപിനൊപ്പം ലാലേട്ടനും ഭയം, ഭക്തി, ബഹുമാനം അഥവാ ബബ്ബബ്ബ എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണത്തിൽ പങ്കെടുക്കും. കണ്ണപ്പ, ബബ്ബബ്ബ, ജയിലർ 2, SK24 എന്നീ സിനിമകൾക്ക് പിന്നാലെ ലാലേട്ടൻ വീണ്ടും മറ്റൊരു സൂപ്പർ താര സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അജിത് കുമാറിനെ നായകനാക്കി അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന AK64ലാണ് ലാലേട്ടനും പങ്കാളിയാവുന്നത്. നിലവിൽ കാസ്റ്റിംഗ് വർക്കുകൾ നടന്നു വരുന്ന AK64ന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം.